ഹായ് ഗായ്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ സ്വത്തുക്കളൊന്നും കൊടുക്കുന്നില്ല എന്ന് അറിയാണ് അനാമികയും വീട്ടുകാരും. അനന്തപുരിയിലെ മുഴുവൻ സ്വത്തും കൊണ്ടുപോകാൻ ഓർത്തവർക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് കാണുമ്പം അനാമിക ചില തരികിടയൊക്കെ കാണിച്ച് കുറേ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, വീതം വെച്ച് കഴിയുമ്പോൾ അത് ആദർശിൻ്റെയും നയനയുടെയും കുട്ടിക്കുള്ളതായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ. അതുവരെ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ ഇങ്ങനെ പോകൂന്ന് പറയുക. അപ്പോഴേക്കും ആർക്കും വീതം വെച്ചൊന്നും കൊടുക്കുന്നില്ല, മൊത്തം ആദർശിൻ്റെ കുട്ടിക്കാണോ കൊടുക്കുന്നത്? ഇങ്ങനെ വേറുകൃത്യമൊന്നും പാടില്ല എന്ന് ജാനകിയും പറയുന്നുണ്ട്. എന്നാലും മുത്തശ്ശൻ പറയാണ്, അങ്ങനെയല്ല, ഇപ്പോൾ കഴിയുന്ന പോലെ എല്ലാവർക്കും കഴിയാമല്ലോ. ഈ കുടുംബം എന്നെപ്പോലെ തന്നെ നോക്കി നടത്താൻ പ്രാപ്തി ആദർശിനും നയനയ്ക്കും തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ ദേവയാനിയാണേലും പറയാണ്, ആദർശിന് കൊടുത്തൊക്കെ അനുവദിക്കാം, പക്ഷേ നയന അവൾക്ക് എന്ത് കണ്ടിട്ടാണ് അവൾക്കും കൂടെ കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. എന്നാൽ രേവതിയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുക. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, വീതം വെച്ചിട്ട് അനാമിക മോക്കൊക്കെ ഒരുപാട് കിട്ടിക്കാണുമല്ലേ എന്ന്. അപ്പം രേവതി പറയാണ്, അത് കിട്ടി, അവർക്കൊരു 10-16 ജ്വല്ലറിയൊക്കെ ഉണ്ടല്ലോ, അതിലൊരു 5-6 അനിയുടെ പേരിലോട്ട് അങ്ങ് എഴുതി കൊടുത്തു. ആഹാ, അത് കൊള്ളാലോ എന്ന് വേണു പറയാണ്. അപ്പോഴേക്കും രേവതി പറയാണ്, ഒരു വലിയ കൊട്ടയായിട്ട് കൂടി ചെല്ലാൻ പറഞ്ഞു, അവിടുന്ന് കുറച്ച് സ്വർണ്ണം ഇങ്ങോട്ട് തന്നുവിടാന്ന്. അപ്പം വേണുവിനും കാര്യം പിടികിട്ടുകയാണ്. രേവതി വിവരങ്ങളൊക്കെ പറയുമ്പോൾ വേണു പറയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ആദർശനും നയനയ്ക്കും അവരുടെ കുഞ്ഞിനും മാത്രം, അപ്പോൾ അനിയുടെയും അനാമികയുടെയും കുട്ടിക്കൊന്നും ഒന്നുമില്ലെന്നാണോ? അതുപോലെ മറ്റുള്ളവർക്കാർക്കും വീതം ഇല്ലാതെ ഇവർക്ക് തന്നെ ഇങ്ങനെ കൊടുത്താൽ എങ്ങനെയാ? അപ്പോഴേക്കും രേവതി പറയാം, അതെങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കണ്ട, ആ മുത്തശ്ശൻ അങ്ങനെയാ തീരുമാനിച്ചിരിക്കുന്നത്, ഇനിയിപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പം നമ്മുടെ മോക്കും അനിക്കൊന്നും ഇല്ലേ? ഒന്നുമില്ല. ആദർശിൻ്റെ നയനയുടെ കീഴിൽ അങ്ങോട്ട് ജീവിച്ചോണം. ഇനി അവിടെ പോയി നിന്ന് ആ നയനയുടെ കീഴിൽ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല, മോൾ അനുഭവിക്കട്ടെ എന്ന് പറയാണ്. എടി അതല്ല, അങ്ങനെയാവുമ്പോൾ നമ്മുടെ പ്ലാൻ എല്ലാം പൊട്ടുമല്ലോ, എന്താ ചെയ്യുക? ആ ഉപേന്ദ്രൻ ഇനി വന്ന് ബഹളം വയ്ക്കും, മറ്റുള്ളവർ പുറകെയും വരും. ഞാൻ ഓർത്തത് ഈ വീതം വപ്പ് കഴിഞ്ഞാൽ പിന്നെ കുറേ സ്വത്ത് നമ്മുടെ കയ്യിലാകുമ്പം കുറച്ചൊക്കെ വിറ്റിട്ടാണേലും ആ കടമൊക്കെ അങ്ങ് വീട്ടാവുന്ന. ഇതിപ്പോൾ എന്തൊരവസ്ഥയാണ്, അവിടെ നിന്നൊന്നും കിട്ടിയില്ലേ പിന്നെ നമ്മൾ എങ്ങനെ തൽക്കാലമെങ്കിലും പിടിച്ചു നിൽക്കും? അതറിയില്ല, അവളോട് വിളിച്ച് പറഞ്ഞു നോക്ക്. അവളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും അവൾ പറഞ്ഞത് അനിയുടെ പേരിലൊന്നുമില്ല, അനിയുടെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് ഞാനെന്താ തരുന്നേന്നാ. അത് തന്നെയാ അവളുടെ അവസ്ഥ എന്ന് രേവതി പറയാണ്. അപ്പോൾ വേണു പറയാണ്, എടി ഒരു കാര്യം പറയട്ടെ, ഞാൻ അവളെ വിളിച്ച് ഒന്നുകൂടെ പറയാം, അവിടുന്ന് എന്തെങ്കിലും ഒന്ന് അടിച്ചു മാറ്റി ഒരു 10 ലക്ഷം രൂപയെങ്കിലും അടിച്ചു മാറ്റുവാണെങ്കിലോ. എൻ്റെ മനുഷ്യ 10 ലക്ഷം പോയിട്ട് അവിടെ ഒരുപാട് സ്വർണ്ണം ഉണ്ടെന്നേ. ആ ദേവയാനി എന്ന് പറയുന്ന അവർക്ക് എന്തോരം സ്വർണ്ണം ഉണ്ടെന്ന് തന്നെ അറിയില്ല. അതിൽ നിന്നൊരു 10-250 പവൻ ഇങ്ങ് അടിച്ചു മാറ്റി തരാൻ പറ മോളോട്, അല്ലാതൊന്നും ഒരു കാര്യവും നടക്കില്ല. ഇതിപ്പം നോക്കി ഇരുന്നിട്ട് അവസാനം ഒന്നുമില്ലാതാകും. അതിനു മുമ്പ് എങ്ങനെയും കുറച്ച് അടിച്ചു മാറ്റിത്തരാൻ അവളോട് നമുക്ക് പറയാം. ശരിയാ, ഞാൻ അവളെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞ് വേണു വിളിക്കുകയാണ് കേട്ടോ അനാമികയെ. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, എന്താ അച്ഛാ വിളിച്ചത്? വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞ് അറിഞ്ഞില്ലേ? അറിഞ്ഞു മോളെ, ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ, നമ്മുടെ പ്ലാൻ എല്ലാം പൊട്ടുവല്ലോ. ആ അനന്തപുരിയിലെ സ്വത്ത് കണ്ടിട്ടല്ലേ നീ ആ അനിയുടെ പുറകെ നടന്നതും അവനെ വളച്ച് കെട്ടിയതുമൊക്കെ. ഇതിപ്പോൾ വെറുതെ ആവുമല്ലോ. അത് തന്നെ അച്ഛാ, ഒരു രക്ഷയില്ല. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്ന് ആലോചിക്കുക. എന്ത് കടുങ്കയ്യാ മോളെ? നീയൊന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്യാനല്ല, ആ പറട്ട കിളവനും കിളവിക്കും കുറച്ച് വിഷം വല്ലതും കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുക. എൻ്റെ മോളെ നിൽക്ക്, ഇപ്പം അതൊന്നും നീ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം നിന്നെ ബാധിക്കും. കുറച്ച് നാളൂടെ ഇങ്ങനെ പോട്ടെ, നമുക്ക് അനന്തപുരിയിൽ നിന്ന് കുറേയൊക്കെ അടിച്ച് മാറ്റണ്ടേ, നമ്മുടെ ബാധ്യതകളെങ്കിലും തീർക്കണ്ടേ മോളെ? ശരി, അത് എങ്ങനെയാ, എന്ത് ചെയ്യാനാ അച്ഛൻ പറയുന്നത്? എടി മോളെ, അവിടെ ആവശ്യത്തിലധികം സ്വർണ്ണം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ദേവയാനി എന്ന് പറയുന്നവർക്ക് ഒരുപാടുണ്ടെന്നല്ലേ നീ തന്നെ പറഞ്ഞത്? അതേ അച്ഛാ, അവർക്ക് ഒരുപാടുണ്ട്, പക്ഷെ അവരിനിയും തരുമോ നമുക്ക്? തരണ്ട മോളെ, അടിച്ചു മാറ്റണം. കുറച്ച് സ്വർണ്ണം അടിച്ചു മാറ്റും നീ. ആ നൈനയുടെയൊക്കെ തലേ തന്നെ ഇരുന്നോളൂ എന്നല്ലേ നീ പറഞ്ഞത്? അതൊക്കെ അങ്ങനെയേ വരുള്ളൂ. വല്യമ്മയ്ക്ക് എന്നെ വലിയ കാര്യമാണ്, എന്നെ സംശയിക്കേയില്ല.
നയനെ നവിയാണെ കണ്ണെടുത്ത് കാണരുത്. അവർ രണ്ടിൻ്റെ തലയിൽ തന്നെ ഇരുന്നോളും. എന്നാൽ നീ ഇനി വൈകിക്കേണ്ട. ആ ഉപേന്ദ്രനെ തൽക്കാലം പിടിച്ചു നിർത്താം. ഈ പാർട്ടീഷൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ടാണ് ഞാനിപ്പോൾ അതിനൊന്നും പ്രശ്നം വയ്ക്കാതിരുന്നത്. ആ സ്വത്തൊക്കെ കിട്ടുകയാണെ അതിൽ കുറച്ച് വിറ്റിട്ട് കടം വിട്ടാമെന്നാണ് ഞാൻ ഓർത്തോണ്ടിരുന്നത്. ഇത് ഉപേന്ദ്രനെങ്കിലും അടക്കി നിർത്തിയില്ലേ നമ്മുടെ കള്ളത്തരം മുഴുവൻ പൊളിയും. അവൻ അവിടെ എങ്ങാനും വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ മോളെ പിന്നെ നീ കെട്ടുപാണ്ടം എടുത്ത് ഇങ്ങ് പോരേണ്ടി വരും കേട്ടോ. ശരി അച്ഛാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ശ്രമിക്കാം. എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം കൂടെ അടിച്ചു മാറ്റാനായിട്ട് ഞാൻ നോക്കാം. കുറച്ചല്ല മോളെ, ഒരു 250 പവൻ ഇങ്ങ് അടിച്ച് മാറ്റ്. 250 പവനോ അച്ഛാ? ഒറ്റയടിക്കോ? എന്താ കുഴപ്പം? ഒരുപാടില്ലേ? അവരൊന്നും ശ്രദ്ധിക്കില്ലെന്നേ ഇപ്പോഴെങ്ങും അറിയില്ല. അറിയുമ്പോൾ അത് നമുക്ക് നയനയുടെ തലയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ആ ശരി അച്ഛാ, ഞാനത് ശ്രമിക്കാം എന്നിങ്ങനെ പറയാം. അത് കഴിയുമ്പോൾ നമ്മുടെ അനാമിക ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, എന്ത് ചെയ്താലാണെങ്കിൽ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുന്നേ. അങ്ങനെ ഒരു ദിവസം ദേവയാനി പുറത്തു പോവുകയാണ് കേട്ടോ, ക്ഷേത്രത്തിലേക്കായിട്ട് പോവുകയാണ്. മുല്ലപ്പൂവൊക്കെ വച്ച് അമ്പലത്തിൽ പോവുകയാണ്. ആ സമയത്ത് വീട്ടിൽ നയനയും മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പുറത്തു പോയിരിക്കുക. അനാമിക ആ സമയം നോക്കി ദേവയാനിയുടെ മുറിയിലേക്ക് കയറുകയാണ്. സ്വർണ്ണം എവിടെ ഇരിക്കുന്നതെന്ന് അറിയണ്ടേ. അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴേക്കും ദേവയാനിയുടെ കട്ടിലിൻ്റെ തലേണയുടെ അടിയിൽ നിന്ന് താക്കോല് കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ ലോക്കർ തുറക്കുകയാണ്. ലോക്കർ തുറന്ന് അനാമിക നോക്കുമ്പം അനാമിക തന്നെ ഞെട്ടിപ്പോവാണ്. അതുപോലെ സ്വർണ്ണം ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അനാമിക അത് തുറന്ന് അതിൽ നിന്ന് കുറേ സ്വർണ്ണം ഇങ്ങനെ വാരിയെടുക്കുകയാണ്. വാരിയെടുത്ത് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ നയന അവിടെയുണ്ട്. നയന അതുവഴി അങ്ങ് പോകുമ്പം വാതിൽ തുറന്ന് കിടക്കുന്ന കാണുകയാണ് കേട്ടോ, ദേവയാനിയുടെ മുറിയുടെ. പെട്ടെന്ന് നയന തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്താ അമ്മ വാതിലടയ്ക്കാതെ പോയത്? അവരെല്ലാം പുറത്ത് പോയിരിക്കുകയായിരുന്നു. ഇതെന്താ ഈ വാതിൽ തുറന്നിട്ടിട്ട് പോയത്? വാ എന്ന് പറഞ്ഞിട്ട് ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ട് നയന വരുമ്പോഴേക്കും നോക്കുമ്പം നമ്മുടെ അനാമിക റൂമിൽ നിൽക്കുന്ന കാണുകയാണ്. പെട്ടെന്ന് നയന ഒതുങ്ങി ഇങ്ങനെ നിൽക്കുമ്പം അനാമിക സ്വർണ്ണമൊക്കെ വാരിയെടുത്ത് ബാഗിലാക്കുകയാണ്. അപ്പോഴേക്കും നയനയ്ക്ക് കാര്യം പിടികിട്ടി. നയന ഇതൊക്കെ ഫോണിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുത്ത് കൈ വെച്ചിരിക്കുക. അത് കഴിയുമ്പം അനാമിക ഒന്നും അറിയാത്ത പോലെ പോകാൻ ശ്രമിക്കുമ്പോഴേക്കും നയനെ അങ്ങോട്ട് ചെന്നിട്ട് പറയാണ്, ഒന്ന് നിന്നേ, ആരും കണ്ടില്ല കേട്ടോ ഈ കള്ളത്തരോ. അന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചില്ലേ, അത് തന്നെ കാണിച്ചു കൊടുത്തപ്പം എല്ലാവരുടെയും മറുപടി കണ്ടല്ലോ. ഇനിയിപ്പം ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? മുത്തശ്ശനും മുത്തശ്ശിയും എന്തു പറയും? ആനി നിന്നെ വലിച്ചെറിയില്ലേ? ഇതുപോലൊരു പെരുങ്കള്ളിയാണോ നീ? വല്യമ്മയുടെ അലമാരിയിൽ നിന്നല്ലേ നീ മോഷ്ടിച്ചത്? എന്ത് വിചാരിക്കും? അവരില്ലാത്ത സമയത്ത് ഈ സ്വർണം മുഴുവൻ വാരിക്കെട്ടി നീ എങ്ങോട്ട് പോവുക? അത് എനിക്കിഷ്ടപ്പെട്ട ഒരു ചെയിൻ ഉണ്ടോ എന്ന് നോക്കാനായിരുന്നു. വല്യമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏത് വേണമെങ്കിലും ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഇടാനായിട്ട് ആ സാരിക്ക് മാച്ച് ചെയ്യുന്ന ഒരു ചെയിൻ ഞാൻ നോക്കിയതാ എന്നൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, ഓഹോ, സ്വർണ്ണമെല്ലാം അവിടെ വച്ചേ മോളെ തിരികെ എന്ന് പറയുമ്പോൾ പേടിച്ചിട്ട് അനാമിക സ്വർണ്ണമെല്ലാം തിരിച്ച് ലോക്കറിൽ വെച്ച് പൂട്ടുക. എന്നിട്ട് നയന പറയണം, നീയേ ഈ കാണിച്ച കള്ളത്തരം ഉണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ ഇതിൻ്റെ തെളിവുണ്ട്. ഇതിപ്പോഴും നീ എൻ്റെ തലയിൽ വെച്ച് കെട്ടാനല്ലേ ഈ പണി ചെയ്തത്. നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഇവിടെ ഇതുപോലെ ഓരോ കള്ളത്തരങ്ങൾ ഉണ്ടാക്കുന്നത് നീയല്ലേ. നീ ഈ കുടുംബത്തിൽ വന്നതിൽ പിന്നല്ലേ ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആദ്യം അന്ന് കാണാതെ പോയ ആ മാല അത് നീ തന്നെയല്ലേ മാറ്റിയത്. എന്നിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ നീ? ഞാനതൊന്നും മാറ്റിയില്ല. ഇപ്പോഴും ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല. വല്യമ്മയോട് ചോദിച്ചിട്ട് തന്നെയാണ് ഏതെങ്കിലും ഇഷ്ടമുള്ള ഡിസൈന് എനിക്ക് എടുത്തോളാൻ പറഞ്ഞിട്ടാ. ഓഹോ, ആയിക്കോട്ടെ, പക്ഷെ പൂട്ടി താക്കോൽ ഇവിടെ വച്ചിട്ട് ഇറങ്ങിപ്പോ. ഇതാരും കണ്ടില്ല എന്നുള്ള ഭാവമൊന്നും വേണ്ട. തൽക്കാലം നിനക്ക് രക്ഷപ്പെടാം. കാരണം ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശി ഒഴികെ ആരും അത് വിശ്വസിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഞാനത് പറയുന്നില്ല. പക്ഷേ നിന്റെ കള്ളത്തരങ്ങൾ ഇനി ഇവിടെ നടക്കില്ല മോളെ. എൻ്റെ 2 കണ്ണും നിൻ്റെ നേരെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയാണ് കേട്ടോ നയന. അങ്ങനെ അനാമിക ആകെപ്പാടെ ആ പ്ലാനും ചീറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക്